ദുബായ് എമിറേറ്റിലെ പബ്ലിക് പാർക്കിംഗ് സ്പേസുകളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വരും നാളുകളിൽ വരാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പബ്ലിക് പാർക്കിംഗ് സ്പേസുകൾ മാനേജ് ചെയ്യുന്ന പാർക്കിംഗ് കമ്പനി സിഇഒ വ്യക്തമാക്കിയിരിക്കുന്നതാണ് ഇന്ന് തികച്ച ലോക്കലിൽ ആദ്യം പറയാനുള്ളത്. എന്തൊക്കെ മാറ്റങ്ങളാണ് പാർക്കിംഗ് സ്പേസുകളിൽ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ പേയ്മെന്റുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ മാറ്റം ഓട്ടോ പേ ലേറ്റർ ഫെസിലിറ്റികളൊക്കെ അധികം വൈകാതെ ഇംപ്ലിമെന്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ കസ്റ്റമേഴ്സിന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ററാക്ട് ചെയ്യാൻ 500-ലധികം കസ്റ്റമേഴ്സിനെ ഒരേ സമയം മാനേജ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള കസ്റ്റമർ കെയർ സെന്ററുകൾ സ്ഥാപിക്കുമെന്നും പാർക്കിംഗ് സിഇഒ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി തെരഞ്ഞെടുക്കപ്പെടുന്ന പാർക്കിംഗ് സ്പേസുകളിൽ നമ്മുടെ വാഹനങ്ങളുടെ എസൻഷ്യൽ മെയിൻ്റനൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫെസിലിറ്റികൾ കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ ആഴ്ച തന്നെ പാർക്കിംഗ് കമ്പനി വ്യക്തമാക്കിയിരുന്നു. അതായത് എഞ്ചിൻ ഓയിൽ ചേഞ്ച്, ടയർ ചേഞ്ച്, ബാറ്ററി ഇൻസ്പെക്ഷൻ, റീഫ്യൂവലിംഗ്, അങ്ങനെ പിന്നെ കാർ വാഷ് ചെയ്യാനുള്ള ഫെസിലിറ്റി, അങ്ങനെയുള്ള എസൻഷ്യൽ വെഹിക്കിൾ മെയിൻ്റനൻസ് അടക്കമുള്ള ഫെസിലിറ്റികൾ പബ്ലിക് പാർക്കിംഗ് സ്പേസുകളുമായി ബന്ധപ്പെട്ട് വരുന്നു. അതായത് തെരഞ്ഞെടുക്കപ്പെടുന്ന പാർക്കിംഗ് സ്പേസുകളിൽ വരുന്നു എന്ന കാര്യം അടക്കം പാർക്കിംഗ് കമ്പനി പ്രഖ്യാപിച്ചിരുന്നു. ദുബായ് എമിറേറ്റിലുടനീളം തങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി വളരെ വിപുലമാക്കാനും കസ്റ്റമേഴ്സിന് ഏറ്റവും മികച്ച സൗകര്യം പ്രദാനം ചെയ്യാനുള്ള കാര്യങ്ങളാണ് തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ദുബായിലെ പബ്ലിക് പാർക്കിംഗ് സ്പേസുകളിൽ ഓട്ടോ പേ ലേറ്റർ ഫെസിലിറ്റികൾ അധികം വൈകാതെ ഏർപ്പെടുത്തുമെന്നും പാർക്കിംഗ് കമ്പനി വ്യക്തമാക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ജനുവരി 11-ന് UAE-യിലെ വിപണികളിൽ നിന്നും പെപ്പറോണി ബീഫുമായി ബന്ധപ്പെട്ട ചില ഉൽപ്പന്നങ്ങൾ അധികൃതർ നീക്കം ചെയ്തത് മുൻപ് വാർത്തയായിരുന്നു. അതായത് ചില പ്രത്യേകതരം ബാക്ടീരിയകളുടെ സാന്നിധ്യം സംശയിക്കപ്പെട്ടതിനെ തുടർന്നാണ് മുൻകരുതൽ എന്ന നിലയിൽ UAE വിപണികളിൽ നിന്ന് അത്തരം ഉൽപ്പന്നങ്ങൾ നീക്കം ചെയ്തത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത് ലിസ്റ്റീരിയ മോണോസൈറ്റോജീൻസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം സംശയിച്ചിരുന്നു, അല്ലെങ്കിൽ ഉണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്, അതുകൊണ്ട് മാറ്റി എന്നുള്ള രീതിയിലാണ്. അതായത് ഗർഭിണികളിലും 65 വയസ്സ് കഴിഞ്ഞ ആളുകളിലും പിന്നെ പ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകളിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ബാക്ടീരിയയാണ് ഈ പറഞ്ഞ ബാക്ടീരിയ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന നടത്തി കഴിഞ്ഞതിന് ശേഷം UAE-യുടെ മിനിസ്ട്രി ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് UAE വിപണികളിലുള്ള പെപ്പറോണി ബീഫുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമാണ്. അത്തരത്തിലുള്ള ഒരു ബാക്ടീരിയ സാന്നിധ്യവും UAE വിപണിയിലുള്ള ഉൽപ്പന്നങ്ങളിലില്ല, സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം എന്നുള്ള ഒരു കാര്യമാണ്. മുൻകരുതൽ എന്നുള്ള നിലയിലാണ് വിപണിയിൽ നിന്നും അവ നീക്കം ചെയ്തത്. ഏത് ബ്രാൻഡിൽപ്പെട്ട ഉൽപ്പന്നമാണ് എന്ന കാര്യമൊന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും എല്ലാ ബ്രാൻഡുകളിൽപ്പെട്ട പെപ്പറോണി ബീഫ് ഉൽപ്പന്നങ്ങൾ കഴിക്കാമെന്നാണ് UAE അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ഈ വരുന്ന ഞായറാഴ്ച ജനുവരി 26-ാം തീയതി ബോളിവുഡ് സൂപ്പർ താരം ഷാരൂഖ് ഖാൻ എത്തുന്നു എന്നുള്ള ഒരു കാര്യം ഇതിനകം മിക്ക ആളുകളും അറിഞ്ഞിട്ടുണ്ടാവും. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിലാണ് ഷാരൂഖ് ഖാൻ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനോടനുബന്ധിച്ചുണ്ട്. ജനുവരി 26-ന് രാത്രി 8:30-യോടുകൂടിയാണ് ഷാരൂഖ് ഖാൻ വേദിയിലെത്തുക. ആരാധകരുമായി സംവദിക്കും, അദ്ദേഹം നൃത്തച്ചുവടുകൾ വെക്കും, പരിപാടികളിൽ കുറെ നേരം സംസാരിക്കും. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. എന്തായാലും ജനപ്രിയനായ താരത്തെ അടുത്ത് കാണാനും അദ്ദേഹത്തോട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അത് പരമാവധി ആരാധകർ പ്രയോജനപ്പെടുത്തും എന്നാണ് സംഘാടകർ കരുതുന്നത്. ദുബായ് ടൂറിസം ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് താരം. ഒക്ടോബറിൽ ആരംഭിച്ച ഗ്ലോബൽ വില്ലേജിന്റെ 29-ാം എഡിഷനോടനുബന്ധിച്ച് നിരവധി പോപ്പുലർ ആയിട്ടുള്ള താരങ്ങൾ ഇതിനകം വേദിയിലെത്തിയിരുന്നു. എന്തായാലും ജനപ്രിയ താരം ഷാരൂഖ് ഖാൻ ജനുവരി 26-ന് ഞായറാഴ്ച രാത്രി 8:30-ക്ക് ഗ്ലോബൽ വില്ലേജിൽ എത്തുന്നു, ആരാധകരുമായി സംവദിക്കുന്നു. അദ്ദേഹത്തിന്റെ നൃത്ത ചുവടുകളും ഒക്കെ നേരിട്ട് നിങ്ങൾക്ക് കാണാനുള്ള അവസരമാണ്. ഡോണ്ട് മിസ് ഇറ്റ്. UAE സെൻട്രൽ ബാങ്ക് അതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട 50-ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയിരിക്കുന്ന പ്രത്യേകതയുള്ള സിൽവർ കോയിനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. കോയിൻ കളക്ഷൻ പാഷനാക്കിയിട്ടുള്ളവർക്ക് ഈ അപൂർവമായിട്ടുള്ള ഈ സിൽവർ കോയിൻ സ്വന്തമാക്കാൻ പറ്റും. ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ UAE പ്രസിഡന്റിന്റെ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ള സ്പെഷ്യൽ കോയിൻസ് ആണ്. ഏകദേശം 3000 കോയിൻസ് ആണ് സ്പെഷ്യൽ എഡിഷനായി ഇറക്കിയിട്ടുള്ളത്. 50 ദിർഹാണത്തിന്റെ നോമിനൽ വാല്യൂ എങ്കിലും 650 ദിർഹമെങ്കിലും ചെലവാക്കിയാലേ ഈ കോയിൻ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. UAE സെൻട്രൽ ബാങ്കിന്റെ വെബ്സൈറ്റിൽ പോയി ഡിജിറ്റൽ സർവീസ് പ്രയോജനപ്പെടുത്തിയാൽ ഈ കോയിൻ കളക്ഷൻ പാഷനാക്കിയിട്ടുള്ളവർക്ക് ഇത് സ്വന്തമാക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് മുമ്പാകെയുണ്ട്. ടെക് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം സാംസങ് അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ ആയിട്ടുള്ള S25 സീരീസ് ഫോണുകൾ കഴിഞ്ഞ ദിവസം അൺവെയിൽ ചെയ്ത കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. UAE വിപണിയിലേക്ക് ഇപ്പൊ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രീ ഓർഡർ ഓപ്പൺ ആയി കഴിഞ്ഞിരിക്കുന്നു. ഫെബ്രുവരി 7-ഓടുകൂടി ഇതിന്റെ ഒഫീഷ്യൽ സെയിൽ ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഗാലക്സി S25, ഗാലക്സി S25 Plus, S25 Ultra എന്നീ മോഡലുകളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിന്റെ ഒരു ഇനിഷ്യൽ വില എന്ന് പറയുന്നത് S25 Ultrയ്ക്ക് പ്രതീക്ഷിക്കുന്നത് 5099 ദിർഹമാണ്.
ഗാലക്സി S25 പ്ലസിന് 3899, ഗാലക്സി S25ന് 3449 പ്രതീക്ഷിക്കുന്ന തുടക്കത്തിലുള്ള വില എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രീ ഓർഡർ ഓപ്പൺ ആണ്. ഫെബ്രുവരി 7 മുതൽ ഇതുമായി ബന്ധപ്പെട്ട സെയിലുകൾ ആരംഭിക്കുമെന്നും സാംസങ് കമ്പനി UAE അറിയിക്കുന്നുണ്ട്.